Welcome to A Square Technologies. In this session, let's see how we can access characters in a string. ഒരു സ്ട്രിങ്ങിൽ നിന്ന് നമുക്ക് ക്യാരക്ടേഴ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് എന്നുള്ളൊരു വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്യണം. അതിനകത്തോട്ട് നമുക്കൊരു സ്ട്രിങ് ഡാറ്റ അസൈൻ ചെയ്യാം. ഹലോ എന്നുള്ളൊരു സ്ട്രിങ് ഡാറ്റ ഞാനിവിടെ അസൈൻ ചെയ്യുന്നുണ്ട്. ദെൻ ഇതിന് നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. ഈ ഒരു വേരിയബിൾ പ്രിന്റ് ചെയ്യാം. ടെക്സ്റ്റ് എന്നുള്ള ആ ഒരു വേരിയബിൾ നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു കോഡ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാണ്. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹലോ എന്നുള്ള ഒരു സ്ട്രിങ് ഡാറ്റ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. സപ്പോസ് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഹലോ എന്നുള്ള സ്ട്രിങ് നമ്മൾ ഇവിടെ ടെക്സ്റ്റ് വേരിയബിളിലോട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ നമുക്ക് ആക്സസ് ചെയ്യണം. സപ്പോസ് എനിക്ക് എച്ച് എന്നുള്ള ഈ ഒരു ക്യാരക്ടർ മാത്രം എനിക്ക് ആക്സസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഈ സ്ട്രിങ് ഡാറ്റയ്ക്കകത്തുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ എനിക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു സ്ട്രിങ് ഡാറ്റയ്ക്കകത്തുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു വേരിയബിളിന്റെ ഒപ്പം ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അതിന്റെ ഇൻഡെക്സ് വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഹലോ എന്നുള്ള ആ ഒരു സ്ട്രിങ്ങിനകത്ത് എച്ച് എന്നുള്ള ഒരു ക്യാരക്ടർ മാത്രം എനിക്ക് ആക്സസ് ചെയ്യണം. അപ്പൊ ഇവിടെ ഇൻഡെക്സ് വാല്യൂ വരുന്നത് 0, 1, 2, 3, 4 എന്നുള്ള ആ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ഇൻഡെക്സ് വാല്യൂ വരുന്നത്. ഇപ്പൊ 0th ഇൻഡെക്സിലാണ് എച്ച് എന്നുള്ള ക്യാരക്ടർ. ഇപ്പൊ എച്ച് എന്നുള്ള ഒരു ക്യാരക്ടറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് വാല്യൂ ആയിട്ട് ഞാനിവിടെ 0 ആണ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് ഈ ഒരു കോഡിനെ ഞാനിവിടെ എക്സിക്യൂട്ട് ചെയ്യാണ്. റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് എച്ച് എന്നുള്ള ആ ഒരു ക്യാരക്ടർ ആണ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഇനി എനിക്ക് ഒ എന്നുള്ള ഈ ഒരു ക്യാരക്ടറാണ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഡെക്സ് വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കും. ഇവിടെ ഒ എന്നുള്ള ആ ഒരു ക്യാരക്ടറിന്റെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2, 3, 4 എന്നുള്ള ആ ഒരു 4th ഇൻഡെക്സിലാണ് ഒ എന്നുള്ള ആ ഒരു ക്യാരക്ടർ വരുന്നത് ആ ഒരു സ്ട്രിങ്ങിനകത്ത്. ഇപ്പൊ ഞാൻ ഇവിടെ 4 ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക ഒ എന്നുള്ള ആ ഒരു ക്യാരക്ടർ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഇൻഡെക്സിങ് യൂസ് ചെയ്തിട്ട് ഒരു ക്യാരക്ടറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഏതെങ്കിലും മൈനസ് വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് റിവേഴ്സിൽ ആ ഒരു ഇൻഡെക്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇവിടെ -1 ആണ് ഇൻഡെക്സ് വാല്യൂ ആയിട്ട് ഇവിടെ പാസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും വരുന്നത്, എന്തായിരിക്കും ഔട്ട്പുട്ട് എന്ന് നോക്കാം. ഈ ഒരു കോഡ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഒ എന്നുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ 0 എന്നുള്ള ആ ഒരു ഇൻഡെക്സ് വരുന്നത് എച്ച് ആണ്. ഇതിന്റെ -1 എന്ന് പറയുന്ന സമയത്ത് ബാക്കിൽ നിന്നായിരിക്കും നമുക്ക് ആ ഒരു ക്യാരക്ടർ ആക്സസ് ചെയ്ത് കിട്ടുന്നത്. ഞാൻ ഇവിടെ -2 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് എൽ എന്നുള്ള ക്യാരക്ടറാണ്. -1, -2, -3 എന്നുള്ള ഫോർമാറ്റിലാണ് നമുക്ക് അവിടെ ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്തിട്ട് ക്യാരക്ടർ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി എങ്ങനെ ഒരു സ്ട്രിങ് ഡാറ്റയിൽ നിന്ന് നമുക്കൊരു സബ് സ്ട്രിങ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പൊ അതിന് നമുക്ക് ഈ ഒരു ഇൻഡെക്സ് തന്നെ യൂസ് ചെയ്യാം. ഇപ്പൊ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ആണ് നമ്മളിവിടെ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റാർട്ടിങ് ഇൻഡെക്സും അവിടെ സ്പെസിഫൈ ചെയ്യണം, എൻഡിങ് ഇൻഡെക്സും നമുക്കിവിടെ സ്പെസിഫൈ ചെയ്യണം. അപ്പൊ എങ്കിൽ മാത്രം ആ ഒരു സ്റ്റാർട്ടിങ് ഇൻഡെക്സ് മുതലുള്ള എൻഡിങ് ഇൻഡെക്സ് വരെയുള്ള ആ ഒരു ക്യാരക്ടേഴ്സിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഹലോ എന്നുള്ള ഒരു വേരിയബിൾ നമ്മൾ ഹലോ എന്നുള്ള സ്ട്രിങ് ഡാറ്റ നമ്മൾ ടെക്സ്റ്റ് എന്നുള്ള ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ എൽ എന്നുള്ള ഈ ഒരു സബ്സ്ട്രിങ് മാത്രം എനിക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എൻ്റർ ചെയ്യാണ്. സ്റ്റാർട്ടിങ് ഇൻഡെക്സ് ആയിട്ട് വരുന്നത് ഇ എന്നുള്ള ഒരു ക്യാരക്ടർ വരുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് 1ലാണ്. അപ്പോൾ 1 എന്നുള്ള ആ ഒരു സ്റ്റാർട്ടിങ് ഇൻഡെക്സ് ഞാനിവിടെ എൻ്റർ ചെയ്തു. ദെൻ ഈ എൽ
ഈ എൽ എന്നുള്ള 2 ക്യാരക്ടറും കൂടി എനിക്ക് വേണം. അപ്പൊ ആ ഒരു ക്യാരക്ടർ എൻഡ് ചെയ്യുന്നത് 4th ഇൻഡെക്സ് ആയിട്ടുള്ള ഓയിലാണ്. അപ്പൊ ആ ഒ എന്നുള്ള ക്യാരക്ടറിന്റെ എൻഡിങ് ഇൻഡെക്സും ഞാനിവിടെ എൻ്റർ ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടിങ് ഇൻഡെക്സും ദെൻ ഒരു ഫുൾ കോളൻ ദെൻ എൻഡിങ് ഇൻഡെക്സും എൻ്റർ ചെയ്യുക. ദെൻ ഈ ഒരു കോഡ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ എൽ എന്നുള്ള ഈ ഒരു സബ്സ്ട്രിങ് ആണ് എനിക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഞാനിവിടെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് ആയിട്ട് 0 ആണ് കൊടുത്തതെങ്കിൽ എനിക്കിവിടെ എച്ച് മുതലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നത്. ഞാനിവിടെ 3 ആണ് കൊടുക്കുന്നതെങ്കിൽ എൻഡിങ് ഇൻഡെക്സ് 3 ആണ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് 3 ക്യാരക്ടേഴ്സ് ആണ് എനിക്കിവിടെ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റാർട്ടിങ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും യൂസ് ചെയ്തിട്ട് നമുക്കൊരു സബ്സ്ട്രിങ്ങിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. സ്ട്രിങ്ങിനകത്തുനിന്ന് നമുക്കൊരു സബ്സ്ട്രിങ്ങിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ മൾട്ടിപ്പിൾ സ്ട്രിങ്സിനെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ സ്ട്രിങ് ആക്കാം എന്നുള്ളത് നോക്കാം. കോൺകാറ്റിനേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. താങ്ക് യു.